ക്രേസി സർക്യൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തറ തുടയ്ക്കാൻ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് മെഷീൻസിനെ കുറിച്ചാണ്. അത് എന്തൊക്കെ ടൈപ്പിലുണ്ട്, അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിലൊരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ നമുക്കിന്ന് പരിചയപ്പെടുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ വീടുകളിലെ ക്ലീൻ ടാസ്കുകളിൽ ഏറ്റവും ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറ തുടയ്ക്കുക എന്നുള്ളതാണ്. തറ തൂത്ത് വൃത്തിയാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തായിരുന്നു. അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. റോബോട്ടിക് വാക്യൂം ക്ലീനേഴ്സ്, അത് മാപ്പിംഗ് ഉള്ളതും മാപ്പിംഗ് ഇല്ലാത്തതുമായ മോഡൽ നമ്മൾ പരിചയപ്പെട്ടു. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളുടെ തറ ക്ലീൻ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അടിച്ചു വരാൻ പറ്റി. നമുക്കിനി അതെങ്ങനെ നമുക്ക് മാക്സിമം എഫേർട്ട് കുറച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതിന് ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 ഓപ്ഷൻസ് ഉണ്ടെന്ന് വേണേൽ പറയാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട റോബോട്ടിൽ തന്നെ അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു വേരിയൻറ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അതിൽ ചെറിയൊരു വാട്ടർ ടാങ്ക് പോലൊരു സിസ്റ്റം കാണും. അതിൽ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ചു വെക്കാം. അപ്പം അതിൻ്റെ താഴെ ഒരു തുണിയുടെ ചെറിയൊരു പാഡ് അങ്ങനെ എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് വാട്ടർ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുകയും ആ ക്ലോത്തും കൊണ്ട് ആ വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ആ പോകുന്ന വഴി അതിങ്ങനെ റബ്ബ് ചെയ്ത് പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങനെ എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള മിക്ക മോഡലുകളിലും നമ്മൾ ഡസ്റ്റിൻ്റെ ടാങ്ക് മാറ്റി വാട്ടറിൻ്റെ ടാങ്ക് വെച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ജസ്റ്റ് ഒരു തുണി ഇങ്ങനെ നനച്ചിട്ട് ഫ്ലോറിൽ കൂടി ഇങ്ങനെ റബ്ബ് ചെയ്ത് പോകത്തേ ഉള്ളൂ. സെയിം ചെറിയൊരു തുണി അതിൻ്റെ താഴെ വെച്ചിട്ട്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലീനിങ് ഒന്നും അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പിലുള്ള മോഡൽ. അതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഹെൽഡ് മോപ്പ് കാറ്റഗറി എന്ന് വേണം വിളിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് റോബോട്ടിക്, നമ്മളുടെ ഇൻ്റർവെൻഷൻ വേണ്ട, നമ്മളതിനെ കൊണ്ടു നടക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് പോയി ക്ലീൻ ചെയ്യുന്ന സംഭവം റോബോട്ടിക്. ഹാൻഡ് ഹെൽഡിൽ തന്നെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, മൂവിങ് ആയിട്ടുള്ള താഴെ മൂവിങ് പാഡ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന കാറ്റഗറി. അല്ല, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ആയിട്ടുള്ള പാഡ്സ് ഇല്ലാത്ത ടൈപ്പിലുള്ള സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോപ്സ്. പിന്നെ വേറെ 2 രീതിയിൽ ഹാൻഡ് ഹെൽഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഡ് അല്ലെങ്കിൽ കോഡ്ലെസ്. കോഡ്ലെസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിരിക്കും. കോഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു വയർ കാണും കോഡുള്ള മോഡലിൽ. അപ്പോൾ നമ്മൾ ആ വയറും ഈ ഡിവൈസിൻ്റെ കൂടെ കൊണ്ടു നടക്കേണ്ടി വരും. അപ്പം ഹാൻഡ് ഹെൽഡ് മോഡലിൽ അപ്പം ആദ്യത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള പാർട്സ് ഉള്ള മോഡൽ. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സൊല്യൂഷനിൽ സോൾവെൻറ്റ് ടാങ്ക് കാണും. നമുക്കതിനകത്ത് വെള്ളമോ അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷനോ ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെ ഒരു മോട്ടർ കാണും. ആ മോട്ടറിനകത്ത് താഴെ 2 ക്ലീനിങ് ആയിട്ടുള്ള പാഡ് കാണും. ആ പാഡായിരിക്കും നമ്മളുടെ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ സോൾവെൻറ്റ് ടാങ്കിൽ നിന്ന് വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. ആ നനവ് കൊണ്ട് ഈ പാഡ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പം ഇതുപോലുള്ളൊരു മോഡലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ അതിനു മുന്നേ ഈ റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ലാത്ത ടൈപ്പ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് ഞാൻ പറഞ്ഞത്, അപ്പോൾ അത് സ്റ്റീം വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വെള്ളത്തിൻ്റെ സ്റ്റീം ഉണ്ടാക്കുന്നു. അപ്പോൾ താഴെ ഇതുപോലൊരു പാഡ് കാണും അല്ലെങ്കിൽ ഒരു ക്ലോത്ത് കാണും. അത് തറയിൽ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കിന് നമ്മളുടെ ഡേർട്ട് തറയിൽ ഈ തുണിയിലോട്ട് പറ്റുകയും അങ്ങനെ ക്ലീൻ ആകുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റീം ആയതുകൊണ്ട് ഡേർട്ടൊക്കെ പെട്ടെന്ന് റിലീസാകാനും കുറച്ചും കൂടെ ഹൈജീനിക്കായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും ഇതും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ടുള്ള മോഡൽ കൊണ്ട് സ്റ്റീം ജനറേറ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റിംഗ് പാർട്സുമുള്ള രീതിയിലുള്ള മോഡലും ഉണ്ട്. അപ്പം അതിനെ വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഹെൽഡിൻ്റെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് വിളിക്കാം. അപ്പോൾ അങ്ങനെ ബേസിക്കായിട്ട് നമുക്ക് ഇത്ര ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നും കൂടെ പറയുന്നു, സ്റ്റീം മാത്രം വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഓപ്ഷൻ, 2 റൊട്ടേറ്റിംഗ് പാർട്സ് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന മോഡൽ, മൂന്നാമത്തേത് സ്റ്റീമും റൊട്ടേറ്റിംഗ് പാർട്സും കൂടെ ഉള്ള മോഡൽ. ഇത് എല്ലാം തന്നെയും നമുക്ക് കോഡഡ് മോഡലും കോഡ്ലെസ് മോഡലും വരും. എന്ന് വെച്ചാൽ വയറുള്ള മോഡലും വയറില്ലാതെ ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡലും. അപ്പം ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഹാൻഡ് ഹെൽഡിൽ തന്നെ റൊട്ടേറ്റിംഗ് പാർട്സ് ഉള്ള ഒരു മോഡലാണ് കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന മോപ്പ്. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് പരിചയപ്പെടാം ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളതെന്നുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ.
ഈ ഹാൻഡിൽ പിടിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബട്ടൺ ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്കിന് ഈ സ്റ്റിക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാറ്ററി ചാർജ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിനകത്താണ് ബാറ്ററിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോട്ടിൽ പോലെ സെക്ഷനിലാണ് നമ്മളുടെ സോൾവെൻറ്റും അല്ലെങ്കിൽ വെള്ളവും ഒക്കെ ഒഴിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെയുള്ളത് 2 സ്പിന്നിങ് മോപ്സാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ട് കിടക്കുമ്പോഴത്തേക്കിന് അത് എവിടെയെല്ലാം നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് മുമ്പിലോട്ട് ഇത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യും. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മോപ്പ് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ഡിവൈസാണിത്. ആദ്യം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വെള്ളം നിറയ്ക്കുന്നത് അല്ലെങ്കിൽ സോൾവെൻറ്റ് നിറയ്ക്കുന്നത് നോക്കാം. ഈ ബോട്ടിലിൻ്റെ ഈ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ റിലീസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് സോൾവെൻറ്റ് ഓൾറെഡി കിടപ്പുണ്ട്, അത് കാണാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ക്യാപ്പുണ്ട്. അപ്പോൾ ഈ ക്യാപ്പ് നമുക്ക് അഴിച്ചിട്ട് ഇതിനകത്ത് നമുക്കൊരു സോൾവെൻറ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സോൾവെൻറ്റ് ഏതാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് സോൾവെൻറ്റിൻ്റെ ബോട്ടിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏത് ലെവൽ വേണമെങ്കിൽ നമുക്ക് നിറച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വെള്ളവും ബാക്കി ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ സോൾവെൻറ്റ് ലിക്വിഡ് ഉപയോഗിക്കാം. അപ്പം സോൾവെൻറ്റ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഡേർട്ടൊക്കെ ഈസിലി തറയിൽ നിന്ന് വിട്ടുവരാൻ വേണ്ടിയാണ് സോൾവെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ബോട്ടിലിനകത്ത് നമ്മൾ ഈ ഒരു ഏരിയ വരെ വെള്ളം നിറച്ചിട്ട് ബാക്കി ഇത്രയും ഭാഗത്ത് ഈ സോൾവെൻറ്റും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഈ ബോട്ടിൽ നമ്മൾ ഡിവൈസിൽ പ്ലഗ് ചെയ്ത് വെക്കും. അതുപോലെ ഈ സോൾവെൻറ്റ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മോപ്പ് ബിസൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ വന്ന സോൾവെൻ്റാണിത്. അപ്പം വേറെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ബ്രാൻഡിൻ്റെ പേര് വെച്ച് സെർച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഇതാണ് ഇതിൻ്റെ താഴെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പാഡ്. അപ്പോൾ ഇതൊരു മൈക്രോഫൈബർ ക്ലോത്ത് പോലൊരു സാധനമാണ്. അപ്പം ഇതിൻ്റെ താഴെ ഈ സൈഡിൽ നമുക്കിങ്ങനെ വെൽക്രോ പോലത്തെ ഒരു അസംബ്ലിയാണ്. അപ്പോൾ ഈ വെൽക്രോ ഇവിടെ ഇങ്ങനെ ഉള്ളത് കാരണം നമുക്ക് അതിൻ്റെ താഴെ ചുമ്മാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഫിറ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടിയ സ്പെയർ ആയിട്ടുള്ള പാഡ്സാണ്. ഇത് കൂടാതെ ഒരു സെറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ മെഷീനിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് മുഷിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് കഴുകിയിടാനോ അല്ലെങ്കിൽ നമുക്ക് വേറെ മേടിച്ച് റീപ്ലേസ് ചെയ്ത് ഫിറ്റ് ചെയ്യാനോ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ സോൾവെൻറ്റ് ബോട്ടിൽ. നമ്മളിതിൽ സോൾവെൻറ്റ് നിറച്ചു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ലിവർ അല്ലെങ്കിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാൻഡിൽ ഒന്നിന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ റെസ്റ്റിംഗ് പൊസിഷനിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ. അപ്പം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള പവർ ബട്ടൺ ഓൺ ആക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സ്പിന്നിങ്ങിൻ്റെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ മോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് പോലെ ആ താഴെയുള്ള സ്പിന്നിങ്ങിൻ്റെ മോപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കറങ്ങുന്ന ആ ഒരു ഇനേർഷ്യയിൽ നമ്മളുടെ മോപ്പ് തന്നെത്താനെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, തന്നെത്താനെ ഇത് മൂവ് ചെയ്തോളും. ഇതിൻ്റെ ഒരു വെയിറ്റും നമ്മളുടെ കയ്യിൽ ഫീൽ ചെയ്യത്തില്ല. അപ്പം ഒരു നനവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രേ ബട്ടൺ ഞെക്കുക. അപ്പോൾ സ്പ്രേ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് പോലെ വെള്ളം അതിന് മുമ്പിലോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സ്പ്രേ ചെയ്ത് വെള്ളമുള്ള ഭാഗത്തോട്ട് നമ്മൾ സ്ക്രബ് ഇങ്ങനെ മൂവ് ചെയ്യുകയും അപ്പം അതങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് ആ നനവിൻ്റെ മുകളിലൂടെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് അവിടുത്തെ ഡേർട്ട് റിമൂവ് ചെയ്ത് നമ്മളുടെ പാഡിലോട്ട് അത് മാറുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഫംഗ്ഷനിങ്ങിനുള്ള ഏരിയ. അപ്പം എവിടെയൊക്കെ നമുക്ക് നനവ് വേണം തോന്നുന്നു അപ്പോൾ അവിടെ നമ്മൾ സ്പ്രേ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ അതിനെ കുറച്ചുകൂടെ മൂവ് ചെയ്ത് കൊണ്ടുപോകും. ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഫ്ലോർ നമുക്ക് ഈസിലി നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ബാറ്ററി പവേർഡ് ആയിട്ടുള്ള കോഡ്ലെസ് ആയിട്ടുള്ള സ്പിൻ മോപ്പിൻ്റെ ഒരു ഫങ്ഷനിങ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ താഴെ സ്റ്റീമും കൂടെ വരുന്ന മോഡലുണ്ട്. അപ്പോൾ അങ്ങനത്തെ മോഡലും അവൈലബിൾ ആണ്. ഏകദേശം ഫങ്ഷനിങ്ങിൽ ഒരേ രീതിയിൽ തന്നെയാണ് സ്റ്റീമും കൂടെ അതിൻ്റെ കൂടെ വരുമെന്നുള്ളതേ ഉള്ളൂ.
അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇന്ത്യയിൽ ഡയറക്റ്റ്ലി അവൈലബിൾ അല്ല, നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ട് വാങ്ങാൻ കിട്ടത്തുള്ളൂ. പക്ഷേ സ്റ്റീം മോപ്പും അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള മോപ്സും ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. എന്തായാലും ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഉടനെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഈ ഒരു മെക്കാനിസത്തിൻ്റെ കൂടെ സ്റ്റീമും കൂടെ കൂടുന്ന മോഡലാണ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ നല്ല ക്ലീനിങ്ങിനും കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടുള്ള ക്ലീനിങ്ങിനും നല്ലത് സ്റ്റീമും കൂടെ ഉള്ള മോപ്പായിരിക്കും. അപ്പം നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്കിന് എൻ്റെ ഒരു സജഷൻ ആ മോഡൽ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയി കാണുന്നതും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.